അവരിലേക്ക് എത്തുന്ന പുതിയ സൗഹൃദങ്ങളും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് പറയുന്നത്. എനിക്കറിയാം ശിവദാസ, എന്നെ ഒതുക്കാൻ വേണ്ടി തന്നെയാണ്. രണ്ടത്താണി ഫിലിംസിന്റെ ബാനറിൽ മുജീബ് രണ്ടത്താണിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. LLBക്ക് പഠിക്കാൻ വരുന്ന 3 പയ്യന്മാരുടെ കഥയാണ് LLB. ഇത് അവരുടെ ജീവിത കഥ കൂടിയായതിനാൽ ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്നാണ് ഇതിന് ഞാൻ പൂർണ്ണനാമം നൽകിയിരിക്കുന്നത്. കോടതിയിൽ നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് നിങ്ങളുടെ കേസ് പ്രസന്റ് ചെയ്താൽ മാത്രമേ യു ക്യാൻ ബിക്കം എ ഗുഡ് അഡ്വക്കേറ്റ്. ആദ്യ പകുതി കോളേജിനെ ചുറ്റിപ്പറ്റിയാണെങ്കിൽ രണ്ടാം പകുതി അവരുടെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2017 ഞാൻ ഈ ചിത്രത്തിന് തുടക്കമിടുന്നത്. ഇപ്പോൾ ഏകദേശം 6 വർഷമായി. ഇത് ശരിക്കും ശ്രീനാഥ് വാസിയുടെ പടമാണ്. പ്രധാന കഥാപാത്രം ചെയ്യുന്നത് ശ്രീനാഥ് വാസി ആണെങ്കിലും അശ്വന്തിനും നിഷാദിനും അനൂപ് മേനോനും നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ നോക്കിയോളാം, മനസ്സിലായോ? നടൻ മാമുക്കോയുടെ മകൻ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. കാർത്തിക സുരേഷ് ആണ് ചിത്രത്തിലെ നായിക. അവരുടെയും ആദ്യ ചിത്രമാണിത്. സെക്കൻഡ് ഹീറോനായി എത്തുന്നത് ബിഗ് ബോസ് താരം നാദിറ മെഹറിനാണ്. എന്റെ സഹപ്രവർത്തകരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ എത്തുന്ന എന്റെ ആദ്യ സിനിമയാണ് LLB. ഇതിനു മുന്നേ ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കുന്ന ഒരു പോലീസുകാരന്റെ കഥയുമായി സദാശിവന്റെ നൈറ്റ് ഡ്യൂട്ടി എന്ന പേരിൽ ഒരു ആന്തോളജി OTTക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളുടെ 2 കഥകൾ കൂടി ഉൾപ്പെടുത്തി 3 നൈറ്റ്സ് എന്ന പേരിൽ 2021 ഐസ്ക്രീം എന്ന OTTയിലാണ് ആ ആന്തോളജി റിലീസ് ചെയ്തത്. സംവിധായകൻ പറഞ്ഞു. റോഷൻ റാഹൂഫ്, സുധീഷ് കോഴിക്കോട്, ശ്രീജിത്ത് രവി, രമേശ് കോട്ടയം, സിബി കെ തോമസ്, മനോജ് KU, പ്രദീപ് ബാലൻ, വിജയൻ കാരന്തൂർ, രാജീവ് രാജൻ, കാർത്തിക സുരേഷ്, സീമ ജി നായർ, നാദിറ മെഹറിൻ, കവിത ബൈജു, ചൈത്ര പ്രവീൺ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഛായാഗ്രഹണം ഫൈസൽ അലി, ചിത്ര സംയോജനം അതുൽ വിജയ്, സംഗീതം വിജിബാൽ കൈലാസ്, ഗാനരചന സന്തോഷ് വർമ്മ, മനു മഞ്ജിത്ത്, പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സിനുമോൾ സിദ്ദീഖ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് ഗാന്ധി, അസോസിയേറ്റ് ഡയറക്ടർ ജംനാഥ് മുഹമ്മദ്, കലാസംവിധാനം സുജിത് രാഘവ്, വസ്ത്രാലങ്കാരം അരവിന്ദ് KR, മേക്കപ്പ് സജി കട്ടാക്കട, കൊറിയോഗ്രാഫി M ഷെരീഫ്, ഇന്ത്യാസ് ആക്ഷൻ ഫിനിക്സ് പ്രഭു, മാഫിയ ശശി, അഷറഫ് കുരുക്കൾ, ടിൽസ് ഷിബി ശിവദാസ്, ഡിസൈൻ മനു ഡാവിഞ്ചി, കളറിസ്റ്റ് ഷിജു പ്രഭാകർ, VFX സ്മാർട്ട്, കാർവിംഗ് PRO AS ദിനേശ്, PR ആൻഡ് മാർക്കറ്റിംഗ് റോഷൻ റഹൂഫ്, സുധീഷ് കോഴിക്കോട്, ശ്രീജിത്ത് രവി, രമേശ് കോട്ടയം, സിബി കെ തോമസ്, മനോജ് KU, പ്രദീപ് ബാലൻ, വിജയ് കാരന്തൂർ, രാജീവ് രാജൻ, കാർത്തിക സുരേഷ്, സീമ ജി നായർ, നാദിറ മെഹറിൻ, കവിത ബൈജു, ചൈത്ര പ്രവീൺ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഛായാഗ്രഹണം ഫൈസൽ അലി, ചിത്ര സംയോജനം അതുൽ വിജയ്, സംഗീതം വിജിബാൽ കൈലാസ്, ഗാനരചന സന്തോഷ് വർമ്മ, മനു മഞ്ജിത്ത്, പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സിനുമോൾ സിദ്ദീഖ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് ഗാന്ധി, അസോസിയേറ്റ് ഡയറക്ടർ ജംനാഥ് മുഹമ്മദ്, കലാസംവിധാനം സുജിത് രാഘവ്, വസ്ത്രാലങ്കാരം അരവിന്ദ് KR, മേക്കപ്പ് സജി കാട്ടാക്കട, കൊറിയോഗ്രാഫി M ഷെരീഫ്, ഇതിയാസ് ആക്ഷൻ ഫിനിക്സ് പ്രഭു, മാഫിയ ശശി, അഷറഫ് കുരുക്കൾ, സ്റ്റീൽ ഷിബി ശിവദാസ്, ഡിസൈൻ മനു ഡാവിഞ്ചി, കളറിസ്റ്റ് ഷിജു പ്രഭാകർ, VFX സ്മാർട്ട്, കവറിംഗ് PRO
AS ദിനേശ്. അല്ലെങ്കിൽ എന്റെ പ്രായത്തിലുള്ള ചെക്കന്മാർക്ക് ഈ അർദ്ധരാത്രി എന്ന് കേൾക്കുമ്പോ ഒരു പ്രത്യേക ഗുലാതി ഗുൽഫനുണ്ട്.